നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രേതബാധകൾ, ഈ പ്രേതം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാൻ വലിയ ഉത്സാഹമാണ്. പക്ഷേ ഭയമാണ് എല്ലാവർക്കും. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് അധികമായും ഞാൻ എൻ്റെ ചാനൽ കൂടി പറയുന്നത്. ഞാനൊരു പ്രേതബാധകൾ ഒഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണ്. ഇന്ത്യ മൊത്തവും ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കഥാരൂപേണ ഞാൻ എൻ്റെ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ ശത്രുദോഷം പോലെ, അതായത് ശത്രുക്കൾ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയാണ് ഈ ഗൂഢതന്ത്രം. എൻ്റെ കൂടപത്രം എന്ന് സാധാരണഗതിയിൽ പറയാം. അത് സത്യമാണോ? പലരുടെയും ചോദ്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുമോ? അങ്ങനെയൊക്കെ ചെയ്താൽ അത് ഫലിക്കുമോ? അഥവാ അങ്ങനെ ചെയ്ത് ഒരാളെ നശിപ്പിച്ചാൽ അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടില്ലേ? ഒരുപാട് പേരുടെ ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ചാനലിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും വിശ്വസിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തെളിയിപ്പിക്കുന്ന ഒരു സംഭവം കൂടി ഞാൻ ഇന്ന് അവതരിപ്പിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അത് കേട്ടിട്ട് തിരിച്ചു വിളിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കൂടപത്രം ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൂടപത്രം. അത് ഒരാളെ നമുക്ക് നമ്മുടെ മനസ്സിൽ ശത്രുവായി തോന്നിക്കഴിഞ്ഞാൽ അയാളെ നശിപ്പിക്കാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പ്രവൃത്തി ഉണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ബന്ധുക്കളായിരിക്കുന്നവർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്പരം, അല്ലെങ്കിൽ നമ്മൾ ഒരു നിവൃത്തിയില്ലാതിരുന്ന ഒരാളെ നമ്മൾ സഹായിച്ചു, അയാൾ പിന്നെ നമുക്ക് ഇതേ കണക്കുള്ള പ്രവൃത്തികൾ ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നുള്ളത് കൊണ്ട്, എന്നുകൂടിയുള്ള ഒരു വിഷയം നമുക്ക് നിൽക്കുന്നത് കൊണ്ടാണ് പലരും ഇതൊക്കെ പോയി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളില്ലായിരുന്നെങ്കിൽ മനസ്സിൽ വിരോധം തോന്നിയാൽ അത് പലരും കടിച്ചമർത്തി അങ്ങ് ജീവിക്കുമായിരുന്നു. ആരും ഇങ്ങനെയൊന്നും പോയി ചെയ്യില്ല. അപ്പം ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും അതിന് ഒരുപാട് റിസൾട്ടും കിട്ടുന്നത് കൊണ്ടാണ് പലരും പോയി ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അപ്പം പലരുടെ ചോദ്യമായിരുന്നു, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ചെയ്താൽ ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ ഫലിക്കും. അത് തിരിച്ചടിക്കുമോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചടിച്ചിരിക്കും. ഇത് മൂന്നിനും കൂടിയുള്ള ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ അടുത്ത് വന്നതാണ്, ഞാൻ പോയി പരിഹരിച്ചതുമാണ്. ഒരു ബിസിനസ്സുകാരൻ, അപ്പം ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഈ കുറച്ച് സ്വന്തം അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് നല്ലൊരു പദവിയിലേക്ക് എത്തുന്നവരെയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചതിക്കുന്നത്. അവരുടെ ഭാഗ്യത്തെ തല്ലിക്കെടുത്താനോ അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാനോ, അവരുടെ കയ്യിൽ ഇരിക്കുന്ന അവർ സമ്പാദിച്ചത് തട്ടിപ്പറിക്കാനോ ആണ് പലരും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു ബിസിനസ്സുകാരെ എൻ്റെ അടുത്ത് വരികയാണ്. വന്നിട്ട് അയാൾക്ക് സംഭവിച്ചത്, നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു 3 വർഷം കൊണ്ട് തീർത്തും പാപ്പരായി. ഒന്നുമില്ല, എല്ലാം നഷ്ടത്തിലേക്ക് പോയി. അപ്പം അതിൻ്റെ കാരണവും അദ്ദേഹത്തിന് അറിയാം. കാരണം അറിയാമെന്ന് വെച്ചാൽ അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബ വസ്തുവിലാണ്. അപ്പം ഈ കുടുംബ വസ്തു റോഡിൻ്റെ ഭാഗത്താണ്. അപ്പം 2ആയി ഭാഗിച്ചു. അദ്ദേഹത്തിനൊരു സഹോദരിയുണ്ട്. ഇത് 2ആയി ഭാഗിച്ചിട്ട് മുൻഭാഗം ഇദ്ദേഹത്തിനാണ് കിട്ടിയത്. അതായത് ഒരു 100 സെൻറ്റ് ഉണ്ടെങ്കിൽ 40 സെൻറ്റ് ഇദ്ദേഹത്തിനും 60 സെൻറ്റോളം പുറകിൽ വരുന്ന ആൾക്കും കൊടുക്കാം എന്നുള്ളതായിരുന്നു ഈ അച്ഛൻ്റെ അമ്മയുടെയും അത് ഈ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ തീരുമാനം. അത് നല്ല റോഡാണ്. അപ്പോൾ റോഡിൽ നിന്നും നേരെ കയറുന്നത് വസ്തു ആർക്കാണോ ആവശ്യം അവർക്ക് 40 സെൻറ്റും, ഇതിന് സൈഡിൽ കൂടി പുറകിലത്തെ ഭാഗത്തേക്ക് പോകാനായിട്ടൊരു വഴിയിട്ടിട്ട് പുറകിലത്തെ വസ്തു 60 സെൻറ്റും. ഇതിൽ ആർക്കാണോ ഇഷ്ടപ്പെട്ടത് എടുക്കാം എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ തീരുമാനം. അങ്ങനെ വന്നപ്പോൾ പുറകിലത്തെ 60 സെൻറ്റ് വസ്തു, അതായത് പകുതിയിൽ കൂടുതൽ വരുന്നത് സഹോദരി തന്നെ എടുത്തു. സഹോദരിക്ക് അത് മതി എന്ന് പറഞ്ഞു. മുൻഭാഗം ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് കൂടുതലുണ്ട് സ്ഥലം. ഞാൻ പറഞ്ഞ 40ഓളം സെൻറ്റ് സ്ഥലമുണ്ട്. അദ്ദേഹം അവിടെ നല്ല രീതിയിൽ വീടുമൊക്കെ വെച്ചു. അപ്പോൾ ഒരു കാറ് പോകുന്നൊരു വഴിയാണ് സൈഡിൽ ഇട്ടിരുന്നത്, അപ്പോൾ പുറകിലത്തെ വസ്തുവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇദ്ദേഹം വീടുമൊക്കെ വെച്ചു. മുൻപിൽ ഒരു 3-4 മുറി കടയെല്ലാം കെട്ടി ഇദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിനെ അവിടെ വിൽക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അത് ഇദ്ദേഹത്തിന് വളരെ വെച്ചടി കയറ്റം, വലിയ 2 നില വീടുമൊക്കെ വെച്ച് അങ്ങനെ കൂടെ താമസമാക്കി. അവിടെ നിന്ന് ബിസിനസ് കുറച്ചുകൂടി നല്ല അങ്ങ് പച്ച പിടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ സഹോദരി കല്യാണം കഴിഞ്ഞു, സഹോദരിക്ക് കുട്ടികളുണ്ട്.
ഒരു മകനോ എന്തോ ആണ്, ഒരാളേ ഉള്ളൂ. സഹോദരൻ്റെ ഭർത്താവ്, അയാൾക്കും എന്തോ ജോലിയോ കാര്യങ്ങളോ ഒക്കെ സാമ്പത്തികമായിട്ടുള്ള കുടുംബമാണ്. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിനോട്, ഈ സഹോദരനോട് സഹോദരി വന്ന് പറഞ്ഞു, കൂടുതൽ വസ്തു എനിക്ക് കിട്ടിയെങ്കിലും എൻ്റെ വസ്തു പുറകിലാണ്. നീ 2 നില വീടുമൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ വസ്തു, അത് എൻ്റെ വീട് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗത്തു നിന്നും ഒരു ലോറി കയറി പോകുന്ന വിധത്തിലുള്ള വഴി കൂടി നീ തരണം എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഇനി വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടും ഷോപ്പൊക്കെ ഇടിക്കേണ്ടി വരും. അപ്പം ഈ പുറകിലേക്കുള്ള വഴി പോയിട്ട് ഒരു കാറ് പോകുന്ന വഴിയുണ്ട്, അത് പോയിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ അദ്ദേഹം വീട് ഷോപ്പൊക്കെ ഇട്ട് നിറച്ച് വെച്ചേക്കണം. അപ്പം ഇനി അദ്ദേഹത്തിന് ലോറി കയറുന്ന സ്ഥലം കൊടുക്കണമെങ്കിൽ വീടൊക്കെ ഇടിക്കണം, 2 നില വീടാണ്. അദ്ദേഹം അതൊരു കാരണവശാലും ഇനി നടക്കില്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം നീ പറയാത്തത് സഹോദരിയുടെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് വഴി കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ കുറച്ച് വഴക്കൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ ബന്ധുക്കളെല്ലാം ഇടപെട്ടപ്പോൾ ഇദ്ദേഹം ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി. അപ്പോൾ വീട് ഇടിക്കണം, ഒരു ഷോപ്പിൻ്റെ ഒന്നിൻ്റെ ഏകദേശം പകുതിയോളം പോവും. അപ്പോൾ അദ്ദേഹം അത് ഇടിച്ച് ഇതൊക്കെ നിരത്തുന്നതിൻ്റെ വസ്തുവിൻ്റെയും ഒരു വില തന്നാൽ ഞാനത് ബാക്കി വിട്ടുകൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സഹോദരി ഒരു കാരണവശാലും പൈസ കൊടുക്കില്ല. അദ്ദേഹത്തിന് അവർക്ക് പുറകിലേക്ക് ലോറി കയറി പോകാനുള്ള വഴി കൊടുത്തേ പറ്റൂ. അതിൻ്റെ ഈ വീടിടിച്ചാലും കൊള്ളാം, എന്ത് ചെയ്താലും കൊള്ളാം, അതൊക്കെ ഈ സഹോദരൻ സഹിച്ചിട്ട് വഴി മാത്രം വിട്ടുകൊടുക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നു. സഹോദരൻ അത് വിട്ടുകൊടുത്തില്ല. അങ്ങനെയാണ് ഈ സഹോദരനും സഹോദരിയും തമ്മിൽ ഈ ഒരു പ്രശ്നം, ശത്രുത തുടങ്ങുന്നത്. എന്നാൽ സഹോദരന് ഒരു ശത്രുതയില്ല. അതിൽ ന്യായമായിട്ടുള്ള കാര്യം ആദ്യമേ പറഞ്ഞ കണക്ക് വഴി ഇട്ടുകൊടുത്തു, അത് മതിയെന്ന് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം മതിൽ കെട്ടി, വീട് വെച്ചു, ഷോപ്പ് കെട്ടി. വീണ്ടും ഇതെല്ലാം കൂടി ഇടിച്ച് പൊളിച്ചിട്ട് കൊടുക്കണം. എന്നാൽ അദ്ദേഹം അതിൻ്റെ നഷ്ടം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതും കൊടുക്കാൻ തയ്യാറായില്ല. എന്തായാലും പ്രശ്നം അങ്ങനെ രൂക്ഷമായി. അതിനുശേഷം ഈ സഹോദരി സ്ഥിരമായിട്ട് എവിടെയോ ഈ ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നതായിട്ട് ഈ സഹോദരൻ അറിഞ്ഞു. അത് പോകുന്നത് സഹോദരിയും അളിയനൊരു കൂട്ടുകാരനുണ്ട്. അയാളാണ് ഈ ഏതൊരു സ്ഥലം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോകുന്നത്. അത് ഇവർക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ ഈ സഹോദരൻ്റെ വീട്ടിൽ വെച്ച് എന്തൊക്കെയോ പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നതായിട്ട് ഇവർക്ക് കേൾക്കാനൊക്കെ പറ്റി. പിന്നെ ഈ ഭസ്മം, കുങ്കുമം, നാണയത്തുട്ടുകൾ, അങ്ങനെ പലതും ഇവരുടെ വീടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ ഇവർക്ക് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇവർക്ക് എന്തോ ഒരു ഭയം ഇവരിലേക്കുണ്ടായി. സഹോദരി എന്തോ ഇവർക്കെതിരെ ചെയ്യുന്നു, ദുഷ്കർമ്മങ്ങൾ അല്ലെ ഇവരെ നശിപ്പിക്കാൻ ചെയ്യുന്നു എന്ന് മനസ്സിലായി. മനസ്സിലായി വന്ന അതേ സമയത്തിന് തന്നെ ഇവരുടെ ബിസിനസ്സുകൾ ഒന്നൊന്നായി പൊളിഞ്ഞു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സഹോദരി ക്ഷുദ്രകർമ്മം ചെയ്തു, അത് ഇവർക്ക് കേൾക്കുകയും ചെയ്തു. ഒരു 3 വർഷം കൊണ്ട് സമ്പൂർണമായും ഇവർ പരാജയപ്പെട്ടു, തീർത്തു നശിച്ചു. അവസാനം ഈ വസ്തു, വീടും സഹോദരി തന്നെ വിലയ്ക്ക് വാങ്ങിച്ചു. അവർക്ക് കൊടുക്കേണ്ടി വന്നു. കാര്യം പുറത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു വിധത്തിലും കച്ചവടം നടക്കുന്നുമില്ല. വരുന്നവരെ ഇവർ പറഞ്ഞ് ഭയപ്പെടുത്തി വിടുന്നുണ്ട്. കാര്യം ഈ വീട് കൊള്ളില്ല, ഭൂമി കൊള്ളില്ല. കാര്യം ഈ വീട്ടിൽ നല്ല ബിസിനസ്സായിട്ട് വന്നാണ് ഇവിടെ വന്നിട്ട് ഇപ്പം ഭിക്ഷക്കാരനായിട്ട് മാറി, ഈ വീടും സ്ഥലം വരെ വിൽക്കേണ്ടി വരുന്നു, അത്രയും ദോഷം പിടിച്ച വീടാണ് എന്ന് ഉള്ളൊരു പ്രചരണം ഈ കൂട്ടുകാരനാണ്, അതായത് ഈ സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് ഇതിന് മുൻപന്തിയായിട്ട് നിന്നത്. എല്ലാം കൂടെ അങ്ങനെ പ്രചരണം നടത്തി മൊത്തത്തിൽ ഇവരെ അത് വിൽക്കാൻ പോലും പറ്റാത്ത പരുവത്തിലാക്കി വിട്ടു. അങ്ങനെയാണ് സഹോദരി അവസാനം ബന്ധുക്കൾ എല്ലാം കൂടെ ഇടപെട്ടിട്ട് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, അവൾ ആഗ്രഹിച്ചതല്ലേ, അവൾക്ക് കൂടെ ഈ നാട്ടിൽ കിട്ടുന്ന വില നിനക്ക് തരും എന്ന് പറയാം. അപ്പം ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായി. കാരണം ഇയാളത് സഹോദരിക്ക് തന്നെ കൊടുക്കാൻ നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊടുത്തു. കിട്ടിയ പൈസ മുഞ്ചിട്ടങ്ങേര് പോയി കടമൊക്കെ വീടി എവിടെ പോയി 5 സെൻറ്റ് സ്ഥലവും വാങ്ങിച്ചു, ഒരു ചെറിയ വീടും വെച്ച് താമസിച്ചിട്ട് വീണ്ടും ഇയാൾ ബിസിനസ് തുടങ്ങാനുള്ള തീരുമാനം എടുത്തു. അതിനുശേഷമാണ് ഇദ്ദേഹം എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ചരിത്രം മൊത്തം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കൊന്നും കണ്ടുപിടിക്കേണ്ടി വന്നില്ല. അങ്ങേരുടെ ഒരു ആവശ്യം, ഇനി ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഈ സഹോദരി ചെയ്തു വെച്ചിരിക്കുന്ന ദോഷങ്ങൾ അതുകൊണ്ട് എന്നുള്ള കാര്യം 101% ഉറപ്പ്. പക്ഷെ അതിനി ഒരിക്കലും എന്നിലേക്കോ എൻ്റെ ബിസിനസ്സിലേക്കോ എൻ്റെ ഭാര്യയിലോ കുട്ടികളിലോ ഒക്കെ വരരുത്. അതിനുള്ള വഴികൾ ചെയ്തു തരണം. അങ്ങനെ
പക്ഷെ നോക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഞാൻ രാശി നോക്കുമ്പോൾ ശക്തമായ ദോഷങ്ങൾ അപ്പോഴും ഇവരോടൊപ്പം ഉണ്ട്. കാര്യം ഒരിടത്തുനിന്ന് പിടിച്ചത് ആ ഭൂമി വിട്ടുപോയാൽ മിക്കവാറും അത് പോകാറില്ല. അത് പിന്നെ ഇവരുടെ ജീവിത യാത്രയിൽ ഇത് കൂടെ ഉണ്ടാകും. പിന്നെ അതിനെ ഒഴിവാക്കുന്ന കർമ്മങ്ങൾ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം, അപ്പോൾ ഞാൻ പറയുന്നു, നമ്മളിങ്ങനെയുള്ള കർമ്മങ്ങൾ, ഞാൻ തൊട്ടു മുമ്പ് അവതരിപ്പിച്ച ഒരു എപ്പിസോഡ് ഇതാണ്, നമ്മളിങ്ങനെയൊരു കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ ദോഷത്തെ, ഇവരിലുള്ള ദോഷത്തെ നമ്മൾ പറഞ്ഞു വിടുന്നത് മറ്റൊരാളിലേക്കല്ല. അവരുടെ ശത്രു ആരെന്നറിഞ്ഞാൽ പോലും ആ ശത്രുവിലേക്കല്ല നമ്മൾ പറഞ്ഞു വിടുന്നത്. നമ്മൾ പറഞ്ഞു വിടുന്നത് ഈ ബാധിച്ചിരിക്കുന്ന ആള്, അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഭൂമി, ഈ ഗ്രഹം, ഈ ഗ്രഹവാസികൾ, ഇവരിൽ നിന്നും മാറിപ്പോണം. നിനക്ക് എവിടെ വേണോ നിനക്ക് പോകാം. ഈ പവർ, ഈ നെഗറ്റീവ് എവിടെയോ പോകാം. എവിടെ നിന്നുമാണ് നീ പോകേണ്ടത്? ഈ ഭൂമിയിൽ നിന്നും, ഈ ഗ്രഹത്തിൽ നിന്നും, ഈ ഗ്രഹവാസികളിൽ നിന്നും. അതാണ് നമ്മൾ ഈ സാധ്യം പറഞ്ഞു ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു ഇത് ചെയ്തു, പൂർണ്ണമായും ഇതിനവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു. അപ്പം നമ്മളിത് ചെയ്യുന്നത് ഒരിടത്തേക്ക് നമ്മളിതിനെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് നോക്കി അറിയാം, ഇത് ചെയ്യിപ്പിച്ചതിനടുത്തേ പോകുള്ളൂ. ഇതിന് വേറൊരിടത്ത് പോകാനുള്ള ഓപ്ഷൻ ഇതിനില്ല. ഇത് അവിടെ പോകൂ. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കയറാന്ന് വെച്ചാൽ അതിന് സാധിക്കില്ല. ആര് കാരണമാണോ ഈ ഒരു നെഗറ്റീവ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്, അവൻ്റെ അടുത്ത് മാത്രമേ ഇത് പോകൂ. ഒരു സംശയവുമില്ല. ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെവിടെയാണ്, തിരിച്ച് പോയാൽ അതങ്ങ് നശിച്ചു പോകും. നമ്മൾ ഒരിക്കലും നശിക്കില്ല, ഇത് ഭൂമിയിൽ തന്നെ ഉണ്ടാകും. ഇത് ആരാണോ ഇതുണ്ടാക്കി ഈ ദ്രോഹം ചെയ്തത്, അവരിലേക്ക് ഇത് പോകുള്ളൂ. അതിന് അപ്പോഴും പാവത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു, സഹോദരിയല്ലേ, ഒന്നും വരാതിരിക്കാൻ അവർക്ക് വേണ്ടി അവരിലേക്ക് വിടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവരിലേക്ക് പറഞ്ഞു വിടുന്നില്ല. ഞാനല്ല ഇങ്ങനെ ചെയ്യുന്നവരാരും അവരിലേക്കല്ല പറഞ്ഞു വിടുന്നത്. നിങ്ങളിൽ നിന്നും, നിങ്ങളുടെ വസ്തുവകകളിൽ നിന്നും, നിങ്ങളുടെ സ്വത്തിൽ നിന്നും, നിങ്ങളുടെ വീട്ടിൽ നിന്നും, നിങ്ങളിൽ നിന്നും ഇത് മാറിപ്പോവുക. പിന്നെ അത് എവിടെ പോകണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്താലും അത് പോകില്ല. അത് ഒരിടത്ത് മാത്രമേ പോകുള്ളൂ. എങ്കിൽ ഞാനിത് ചെയ്തു തരാമെന്ന് തുടക്കമേ ഇത് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, എന്തായാലും എനിക്ക് എൻ്റെ കുടുംബത്തിന് രക്ഷപ്പെടണം. അത് എന്നെ ദ്രോഹിച്ചതാണ്, അത് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിക്കാനും പറ്റും. നമ്മളൊരു പൂജയ്ക്ക് ഇരുത്തുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഇവരൊക്കെ ആർക്കാണോ ചെയ്യുന്നത് അവരെല്ലാം ഇരുത്തിയിട്ട് ഒരുപാട് ചടങ്ങ്, മണിക്കൂറുകളോളം നമ്മൾ ചമ്രം പടിഞ്ഞിരുന്ന് ചെയ്യേണ്ടുന്ന ഒരുപാട് ചടങ്ങ്, ഞാനിരിക്കുന്നതിനോടൊപ്പം അവരും ഇരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ചടങ്ങ്, ഈ ദോഷം പൂർണ്ണമായി മാറിപ്പോവുള്ളൂ. നമ്മൾ അങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ പോലും ശത്രുവിനെ നമുക്കറിയാം. പക്ഷേ ശത്രുവിൻ്റെ ഒരു മുഖം പോലും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരരുത്, പേര് പോലും ഉച്ചരിക്കരുത്. എന്നിൽ നിന്നും, എൻ്റെ ഈ ഭവനത്തിൽ നിന്നും, എനിക്ക് അവകാശപ്പെട്ട മണ്ണിൽ നിന്നും ഒഴിഞ്ഞു പോവുക എന്ന് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു, അത് ചെയ്തു. വീണ്ടും 1 വർഷം എന്തോ കഴിഞ്ഞു. അദ്ദേഹം പിന്നെ പല കാര്യമായിട്ട് എൻ്റെ അടുത്ത് വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സൊക്കെ പച്ച പിടിച്ചു. പഴയതുപോലെ ആയില്ലെങ്കിൽ പോലും 1 വർഷം കൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു നല്ലൊരു നിലയിലേക്ക്, വീണ്ടും താഴേക്ക് പോകില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും പണി വന്നില്ലെങ്കിൽ അദ്ദേഹം ഉയർന്നു പോകാൻ ഒരു നിലയിലേക്ക് അദ്ദേഹം എത്തി. വീണ്ടും കാറും ഒക്കെ എടുത്തിട്ടാണ് അവസാനം ഈ ഒരു ഷായുന്ന സമയത്തിനൊക്കെ എന്നെ കാണാൻ വരുന്നത്. എൻ്റെ അടുത്ത് ഭയങ്കര വിശ്വാസമായിരുന്നു. അന്ന് ഞാൻ നിന്ന ക്ഷേത്രത്തിൽ നിരന്തരം അദ്ദേഹം വരുമായിരുന്നു, അദ്ദേഹം കുടുംബം വരുമായിരുന്നു, വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. ഭയങ്കര കാര്യമായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ലാഭം കൂടുതലായിട്ട് കിട്ടുമ്പോൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് എനിക്ക് പല സംഭാവനകളും അദ്ദേഹം കൊണ്ട് തരുമായിരുന്നു. ക്ഷേത്രത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു അത്ഭുതമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പലരെയും സഹായിക്കും. അവസാനം ഒരു വർഷത്തോളമായി അദ്ദേഹം വന്നപ്പോൾ കുറച്ച് ദിവസം അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു. ഒരു 1-2 മാസമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം വന്നു എൻ്റെ അടുത്ത്. വന്നപ്പോൾ വളരെ വിഷമിച്ച് ആണ് വന്നത്. സംഭവിച്ചത്, ഈ സഹോദരിയുടെ ഭർത്താവ്, ഈ കൂട്ടുകാരൻ, മകൻ, ഇവർ 3 പേരും കൂടി ഒരു യാത്ര പോയി. എന്താവശ്യമെന്ന് എനിക്കറിയില്ല. പോകുന്ന വഴിക്ക് തമിഴ്നാട് ഭാഗത്തേക്കൂടെയാണ് ഇവർ പോയത്. വഴിയിൽ വെച്ചിട്ട് ഒരു കാർ ആക്സിഡൻറ്റിൽ 3 പേരും മരണപ്പെട്ടു. ഞെട്ടിപ്പോയി ഞാനും. ഇപ്പോൾ സഹോദരി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. ഒരു 3 പേരും പോകുന്ന വഴിക്ക് 3 പേരും മരണപ്പെട്ടു. 3 പേരും ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്. അത് ഉൾപ്പെട്ടാൽ സഹോദരി മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പിന്നെ അവരുടെ ജീവിതം എന്തായെന്ന് എനിക്കറിയില്ല. ഈ സഹോദരിയുടെ ഭർത്താവ്, ഈ കൂട്ടുകാരൻ. പക്ഷെ ആ മകൻ എന്താണ് അവനൊരു തെറ്റും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവന് അന്ന് തന്നെ 15-17 വയസ്സിനകത്തൊക്കെ പ്രായമുള്ളൂ എന്ന് തോന്നുന്നു. അവൻ ഇതിനകത്തൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ഇതൊന്നും അറിയില്ല അവന്. പക്ഷേ അവൻ്റെ ജീവനും നഷ്ടപ്പെട്ടു. ജീവിച്ചിരുന്നത് ഈ ഒരു സഹോദരി മാത്രം.
അപ്പം ഇദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, എൻ്റെ ആ സഹോദരിയുടെ ഭർത്താവും ആ കൂട്ടുകാരനും തെറ്റ് ചെയ്തു, ആ ശിക്ഷ അവർക്ക് കിട്ടി. പക്ഷെ ദൈവം എന്തിനാണ് ഒന്നും അറിഞ്ഞൂടാത്ത എൻ്റെ മരുമകനെ കൊണ്ടുപോയത്? ആ ഒരു കാര്യം എനിക്കൊന്ന് അറിയാമെങ്കിൽ അങ്ങൊന്ന് പറഞ്ഞു തരണേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ചോദ്യം കേട്ടപ്പോൾ എനിക്കും ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. എന്തായിരിക്കും ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഒരു 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 നമുക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണം, ഒരു സത്യം അതിന് പിന്നിലുണ്ടാകും. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത്, ഇത് ചെയ്തത് 3 പേരാണ്. അതായത് താങ്കളുടെ സഹോദരി ഭർത്താവ്, കൂട്ടുകാരൻ. ഇതിൽ 2 പേര് പോയി, മൂന്നാമത് ഒരു നിരപരാധിയും പോയി. പക്ഷെ ഒരു അപരാധി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അത് താങ്കളുടെ സഹോദരിയാണ്. ആ സഹോദരിയുടെ ഇനിയുള്ള ജീവിതമാണ് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷ. ഭർത്താവ് പോയി, ഒരേ ഒരു മകൻ, അത് പോയി. ഈ വെട്ടിപ്പിടിച്ച സ്വത്തെല്ലാം ഇനി അവർക്ക് എന്തിനാണ്? നീറിപ്പുകഞ്ഞ് മരണം കാത്ത് ജീവിക്കേണ്ടുന്നൊരവസ്ഥ. ഇല്ലെങ്കിൽ സ്വയം ജീവനൊടുക്കണം. ഇതല്ലേ ഒരു ശിക്ഷ? ഇതല്ലേ യഥാർത്ഥ ശിക്ഷ? മരിച്ചവർ പോയി, അവർക്ക് പിന്നെ ഒന്നും അറിയണ്ട. പക്ഷേ ഈ അതായത് ജീവശവം പോലെ ജീവിച്ചിരിക്കുന്ന ഈ സഹോദരിയുടെ ദുരിത ജീവിതം, അതാണ് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷ. അതായത് ദൈവം യഥാർത്ഥത്തിൽ ശിക്ഷിച്ചത് ആ സഹോദരിയാണ്. ആ സഹോദരിക്ക് കിട്ടിയതല്ലേ യഥാർത്ഥ ശിക്ഷ? മറ്റുള്ളവർക്ക് അവർ മരിച്ചു, അവർ പോയി. പക്ഷെ ഇനി ജീവിതകാലം മൊത്തം ഈ ഭൂമിയിൽ കിടന്ന് ഈ നരകയാതന അനുഭവിച്ച് ഈ ഓർമ്മകൾ, ഈ പിടിച്ചു പറിച്ചതൊക്കെ ഇനി എന്തിനു വേണ്ടിയിട്ട്? ജന്മനാ അവർക്ക് ഒരുപാടുണ്ടായിരുന്നു, ഒരേ ഒരു മകനേ ഉള്ളൂ, പെൺകുട്ടികളൊന്നും കെട്ടിച്ചു വിടാനില്ല. എന്നിട്ടും സ്വന്തം സഹോദരൻ്റെ സ്വത്ത് തട്ടിപ്പറിച്ച ഈ സഹോദരിക്ക്, അതും ക്ഷുദ്രകർമ്മത്തിൽ കൂടി, മുട്ടം പണി തന്നെയാണ് ദൈവം കൊടുത്തത്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും അവിടെ ഇരുന്ന് കരഞ്ഞു. പക്ഷെ എങ്കിലും ഒന്നും മറുപടി പറയാതെ പോയി. പിന്നെ വർഷങ്ങളോടെ എനിക്ക് അദ്ദേഹത്തോട്ട് പരിചയം ഉണ്ടായിരുന്നു. ഞാനീ പറഞ്ഞത്, നമുക്ക് അവകാശപ്പെട്ടതിനെ മാത്രം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുക. മറ്റൊരാളുടെ അധ്വാന ഫലം കൊണ്ട് ഇതിന് ആരുടേതായാലും തട്ടിപ്പറിക്കാൻ ശ്രമിക്കരുത്. തട്ടിപ്പറിച്ചാൽ ദൈവം തന്നെ നമുക്ക് ശിക്ഷ തരും. പ്രത്യേകിച്ചും ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ഈ കുടപത്രം പോലെയുള്ളതോ ഒക്കെ ഉള്ള കർമ്മങ്ങളൊന്നും ചെയ്യാൻ പോകാതിരിക്കും. ഇതെന്തായാലും തിരിച്ചടിച്ചിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ തന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങൾ, ഇതുപോലുള്ള എന്തെങ്കിലും കൂടപത്ര ശത്രുദോഷങ്ങളുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയുള്ള, ഞാൻ അവിടെ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ അത് പരിഹരിക്കാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിന് പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് വന്ന് ജ്യോതിഷം അറിയാനുള്ള മാർഗ്ഗമുണ്ട്. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.